നിനക്ക് സെയിൽസ് ഇല്ലയോ? അല്ലാത്തൊരു മേലുവേദന, പനി, ജലദോഷം. ഇത് എന്റെ കണ്ടിട്ട് അങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ. ചൂടുണ്ടെങ്കിലേ ഗവൺമെന്റ് ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ നോക്ക്. ഞാനവിടെ ഓഫീസിൽ വിളിച്ചിട്ട് ലീവ് പറഞ്ഞപ്പോ പറഞ്ഞ് പനിയാണ്, ഇന്ന് പോകണ്ട, വെയിലാന്ന് പറഞ്ഞു. ആരോട് ചോദിച്ചിട്ട്? വയ്യാന്ന് നിന്നെ കണ്ടാക്കണമെന്ന് തോന്നില്ല. വല്ലതും തിന്നണ്ടേ നിനക്ക്? ജോലിക്ക് പോയാ പറ്റത്തുള്ളു. ഇന്നലെ പൈസ കൊണ്ട് തന്നില്ലേ കുഞ്ഞമ്മ? ഇന്നലെ പോയിന് ഇന്നലെ അങ്ങ് തീർന്ന്. 1.5 പറയുടെ ചോറും കറിയും വേണമല്ലോ. ആര് കൊണ്ട് തരൂ ഇതിന്? ജോലിക്കാതെ ഇവിടെ കയറിയിരുന്ന ആര് വെച്ച് വിളമ്പി തരുമെന്നാ? എന്റെ അച്ഛൻ വെച്ച് വിളമ്പി തരുവോ? സത്യം എന്റെ അമ്മച്ച് വന്ന് ഇവിടെ വെച്ച് വിളമ്പി തരുവോ? കയറി ഇരിക്കുന്നങ്ങ്. എന്തോ പ്രശ്നം? ജോലിക്ക് പോകാതെ കയറി ഇരിക്കുവോ ഇവിടെ? പനിയാങ്ങൂലോ. ജോലിക്ക് പോയിട്ട് നാട് നിങ്ങൾ നടന്ന് കടയപ്പം തിന്നാൻ. നിന്നോട് ആര് പറഞ്ഞു? ബുക്കിലായിട്ട് അവന്റെ കടയിലില്ലേ എപ്പോഴും മുട്ട പപ്സും ബർഗറും കളർ വെള്ളവും. അവൻ കഴിക്കുന്നുണ്ടെങ്കിലേ അവൻ അധ്വാനിച്ച കാശാ. അവൻ ജോലിക്ക് പോയി അതിന്റെ കമ്മീഷൻ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ടല്ലോ. ഏൽപ്പിക്കുന്നു എന്താ ഏൽപ്പിക്കുന്നത്? കണ്ട കണക്ക് പറയുന്നത്. സാധാരണ ഒരു വീട്ടിൽ 3 നേരം ആഹാരം കൊടുത്താൽ മതി. അവൻ 6 നേരം ആഹാരം കൊടുക്കണം. എന്നിട്ട് എന്ന് പറഞ്ഞത് ആര് വെച്ച് വിളമ്പി കൊടുക്കുന്ന? എന്നെ കൊണ്ട് പറ്റത്തില്ല. കേറി ഇരിക്കുക ജോലിക്കും പോവാതെ ഒന്നും പോവാതെ. ഒട്ടും വയ്യേ? ഇല്ല, കുഴപ്പമില്ല. നിനക്ക് പോകാൻ പറ്റുമോ? അതൊരു കാര്യം ചെയ്യാം, അച്ഛനും കൂടെ വരാം, നമുക്ക് ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുക്കാം. അതാ എന്റെ വഴക്കേട്ടം പണിമാറി. ഓക്കെ, പോണേ മോനെ. മാഡം മാഡം ആളുണ്ടോ മാഡം? മാഡം, ഞാൻ കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്താം. എടോ ഒന്നും വേണ്ട. അയ്യോ അങ്ങനെ പറയല്ലേ. അയ്യോ വരുമ്പോ തന്നെ വേണ്ടെന്ന് പറയല്ലേ മാഡം. ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോയാൽ മതി. ഇത് തുണി നല്ല ഷൈനിങ് ഒക്കെ തരുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ ഈ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ ഇത് സൂപ്പർ, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത്, കിട്ടുന്ന സാധനം. ഇതും അതുപോലെ തന്നെ അടിപൊളി ഡിറ്റർജന്റ്, നല്ല മണമൊക്കെ ഉള്ള സൂപ്പർ സാധനം. ഒരെണ്ണം എടുത്ത് സഹായിക്കും മാഡം പ്ലീസ്. നമ്മൾ പാവങ്ങളല്ലേ, ഒന്ന് സഹായിക്കും മാഡം പ്ലീസ്. വീട്ടിലെ തുണിത്തരങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാർ സോപ്പ്. ഈ ഒരു പീസ് ഒരു മാസത്തേക്ക് മേടിച്ച് 2 മാസത്തേക്ക് നിങ്ങളുടെ വീട്ടിലുള്ള സകലമായ തുണികൾ വിട്ടു തീർക്കാൻ പറ്റും. അതേപോലെ നല്ല മണമുള്ള സിനിമാ നടിമാരൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ TV കാണുന്ന ലെക്സിന്റെ 2 ടൈപ്പ് സോപ്പുകളുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ട് നിങ്ങൾ കണ്ടാണോ? എന്തൊരു പണിയാണോ താൻ കാണിച്ചത്? എങ്ങനെയെങ്കിലും ഒരു കച്ചവടം കിട്ടട്ടെന്ന് പറഞ്ഞ് നമ്മൾ കയറി നടക്കുമ്പോൾ ഇവിടുത്തെ വേറെ വീടില്ല, ഇവിടെ താൻ അവിടെ കാണുമ്പോൾ ചോദിച്ചു നോക്കി എങ്ങനെയെങ്കിലും ഒരു കച്ചവടം ഒപ്പിച്ചു വന്നപ്പോഴാ. സോറി മാഡം ഇത് നോക്ക് മാഡം. ഇത് അല്ല, അങ്ങനൊന്നും പറയണ്ടായിരുന്നു, കണ്ടിട്ട് വയ്യ. അയ്യോ മാഡം, അതിനൊക്കെ നല്ല സാധനം എന്തെങ്കിലും ഉണ്ട്. എന്റെ കയ്യില് മേശവരികളുണ്ട്, കമ്പിളി പതിപ്പുകളുണ്ട്, അതേപോലെ അളഞ്ഞിന്റെ ഗ്ലാസുകളുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചാലും പൊട്ടാത്ത തരം ഗ്ലാസുകളുണ്ട്. കുട്ടികൾക്ക് പലഹാരം കൊടുക്കാനുള്ള ചെറിയ ഡപ്പകളുണ്ട്, പാട്ടകളുണ്ട്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുണ്ട്. അതൊന്നും വേണ്ട, ആ ഷോപ്പിംഗ് തന്നെ. ഇതിന് എത്രയാ റേറ്റ്? അതിന് 60 രൂപയാണ് അതിൽ MRP കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഓഫർ പ്രൈസിൽ 55 രൂപയ്ക്ക് കൊടുക്കും. ഗൂഗിൾ പേ ഉണ്ടല്ലോ അല്ലേ? ഗൂഗിൾ പേ ഉണ്ട്. നമ്പർ എന്ന് പറഞ്ഞ് 80899458. ഇങ്ങോട്ട് വാടോ. എന്തോന്ന് പമ്മുന്നത്? ഇങ്ങോട്ട് വാ. തന്നെ നോക്കി എന്നതാ ഞാൻ. എന്തൊരു പണിയാടോ താൻ കാണിച്ചത്? എങ്ങനെയെങ്കിലും ഒരു കച്ചവടം നടത്താൻ നോക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വന്ന് കയറേണ്ട കാര്യമുണ്ടോ? ഇയാൾ വന്നില്ലായിരുന്നു എന്റെ സാധനം എടുക്കാൻ അവര്. സുഹൃത്തെ, അതിന് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലല്ലോ ഞാൻ വിട്ട്. ഞാൻ ബാർ സോപ്പ്, കുളിക്കുന്ന സോപ്പ് അല്ലേ അവിടെ കാണിക്കുന്നത്. എന്തോ ആണെങ്കിലും ഒരു കച്ചവടം അവരിത് എടുത്തേനെ ഇയാൾ വന്ന് കയറിയില്ലായിരുന്നെങ്കിൽ. എടുത്താലെന്ന് പറഞ്ഞാൽ ഇത്ര വായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ സാധനം അവർ എടുക്കാത്ത എന്തുകൊണ്ടാണ്?
നിങ്ങളുടെ സാധനത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇല്ലാത്തതുകൊണ്ടാണ്. എന്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് കൊള്ളത്തില്ല തനിക്ക് എങ്ങനെ അറിയാം? എങ്കിൽ പിന്നെ അവരെ എടുത്തില്ലല്ലോ. എങ്കിൽ ഇയാൾ എടുത്തിട്ട് എനിക്ക് കാശ് താ. എന്റെ ഒരു കച്ചവടം ഇയാൾ കളഞ്ഞില്ല. ഇയാൾ എടുത്തിട്ട് എനിക്ക് കാശ് താ. ആ കാശ് എനിക്ക് കിട്ടട്ടെ. അപ്പൊ പിന്നെ ഞാനൊന്നും വിൽക്കാൻ എന്തിനാ നടക്കുന്നത്? ഇനി വേറെ അടുത്ത വീട്ടിൽ പോണം. എവിടെ പോയി വിൽക്കണം എന്ന് എനിക്കറിയാം. കൂടുതൽ ചാടിയൊന്നും വേണ്ട. ഞങ്ങള് കുറെ പെണ്ണുങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ കൊള്ളാലോ അയാള്. ഹലോ ചേച്ചി കണ്ടിട്ട് പോകാനല്ലേ? ഓരോ ആഴ്ചയിലും ഓരോ റൂട്ടിലല്ലേ ചേച്ചി? അതാണ്. എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് വേണം. ഞാൻ ഇയാൾ നോക്കിയിരിക്കുവായിരുന്നു. പ്രൊഡക്റ്റ് വേണോ? ഒരു കാര്യം ചെയ്യ്, ചേച്ചിക്ക് വേണ്ടത് ഈ കൊച്ചിന്റെ ഇത് മേടിയില്ല. അല്ല, ഞാൻ ഇയാളുടെ കയ്യിൽ മേടിക്കാനായിട്ടായിരുന്നത്. എന്റെ കയ്യിലുള്ളതെല്ലാം അയാളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഒരു കമ്പനിയാണ്. ആ ചേച്ചിക്ക് വേണ്ട സാധനം എന്താന്ന് വെച്ചാ കൊടുത്തോ. നല്ല കുട്ടിയാ, എനിക്കറിയാം. കൊടു. വേണ്ട, രക്ഷപ്പെട്ടു. നമ്മുടെ വേണ്ട കുതിര പാവം ചെറുക്കൻ. ചേച്ചി മോനെ നീ എവിടെ പോന്നു? ശരി. മോനെ ഇന്ന് കഴിഞ്ഞ ആഴ്ച അനിയൻ പോയൊരു പെണ്ണ് കണ്ടായിരുന്നു. ഏകദേശം അത് ഉറച്ചിട്ടുണ്ട്. അവരെല്ലാം കൂടി ഇന്ന് ഇങ്ങോട്ട് വരിക. അപ്പൊ മോൻ ഇവിടെ കാണണ്ടേ? എന്റെ അനിയന്റെ ഇത് വിളിച്ച് ഉറപ്പിയില്ലേ? ഞാനേ വിളിച്ച് ലീവ് പറയാം. അവിടെ കമ്പനി വിളിച്ചു. എന്തിനാ എന്തോതിനാ പറഞ്ഞ് ലീവ് പറയുന്നേ? അനിയൻകുട്ടന്റെ ഉറപ്പിന് ഞാൻ വേണ്ടേ കുഞ്ഞമ്മേ? നീ വേണ്ട, നീ പൊയ്ക്കോ. അഥവാ അവര് ചോദിക്കുകയാണെങ്കിലേ നിന്റെ ഫോട്ടോ ഞാൻ മൊബൈലിൽ അവർക്ക് കാണിച്ചു കൊടുത്തോളാം. നീ എന്തുവാടി പറയുന്നേ? ചേട്ടൻ നിൽക്കാൻ അനിയന്റെ കല്യാണം നടത്തി എന്നിട്ട് അവനെ ഒഴിവാക്കുവാന്നോ? നിങ്ങൾ എന്തോന്നാ ഈ പറയുന്നത്? അവരത് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ മറുപടി പറയും? ഞാൻ ഒരു മോനെ ഉള്ളെന്നുള്ള അവരുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ അവൻ ഏതാന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെൻ്റെ ആദ്യം ചേച്ചിയാ കല്യാണം കഴിച്ചിരുന്നത്, അതിലുണ്ടായ മോനാ ഇത്, പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചതിനകത്തുള്ളതാ ഈ മോൻ. ചുമ്മാ എനിക്ക് അതൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പോ ജോലിക്ക് അവിടെ നോക്ക്. ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ വിടുന്നോളാം കുഞ്ഞമ്മേ. എന്തോത്തിനാ അവർ വരുമ്പോൾ ഓരോ തിന്നും വായി തുറന്ന് അവരെ മുമ്പിൽ ഇരിക്കും. ചുമ്മാ ആപ്പാട് ഇത് പലയിടത്തും അന്വേഷിച്ചുണ്ടായ ഒരു ബന്ധം. അത് എൻ്റെ ചെറുക്കനും ഇല്ലാതെ പോകരുത്. നീ മര്യാദയ്ക്ക് ജോലിക്ക് വന്ന് നോക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലേ നീ വരാവൂ. നിന്റെ ഉറപ്പില്ലാന്ന് ഉറപ്പില്ല. ഞാൻ വേണ്ടേ? എന്തിന്? ഞാൻ നിന്റെ ചേട്ടൻ കല്യാണമൊന്നും അല്ലല്ലോ ഇന്ന്. ഉറപ്പില്ല. അല്ലടാ, നിന്റെ ബന്ധുക്കളെയൊക്കെ ഞാനും കാണണ്ടേ, അറിയപ്പെടുന്നു. അത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കാണിക്കാം. വേണ്ടേ? കല്യാണ റിസപ്ഷനും കല്യാണമൊക്കെ വരുമ്പോ നമുക്ക് കൂടാ. ഇപ്പൊ സമയം കളയണ്ട, ജോലിക്ക് പോ. കുഞ്ഞമ്മ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പം ആരാന്നൊക്കെ ചോദിക്കുമ്പോ അതിന് മറുപടി പറഞ്ഞ് പിന്നെ അതൊരു മുടക്കമാകുന്നു. അതിന്റെ വഴിയും പഴക്കം എനിക്ക് കേൾക്കേണ്ടി വരും. എനിക്ക് വിഷമില്ല. പിന്നെ പുതിയൊരു സോപ്പ് വരുന്നുണ്ട്, അതിന്റെ ആള് കാണും കൂടെ. അപ്പം ലീവും കിട്ടത്തില്ല, ഞാനത് ഓർത്തില്ല. നല്ല കുട്ടിയായിരിക്കേ. അവരെ ഫോട്ടോ എടുത്തിട്ട് കാണിക്കട്ടെ. നല്ല കുട്ടിയാണ്. ഉറങ്ങാണോ? ഇനി ഒന്നും വീഴത്തില്ലേ? വഴക്കുണ്ടാക്കാനൊന്നും വന്നില്ല. ഉറങ്ങുന്ന കണ്ടോണ്ടെങ്കിൽ വീഴണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാ. ഇത് നല്ല ദിവസമായിരുന്നു. 10-11 മണിയായപ്പോഴത്തേന് ബാഗിനകത്തുള്ള എല്ലാ സാധനവും വിട്ടിരുന്ന ബാഗുകാരി ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നതിനാ? വീട്ടിലോട്ട് ഇപ്പോഴും ചെല്ലാൻ പറ്റത്തില്ല. കുഞ്ഞമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട്
ഓക്കെ പറഞ്ഞിട്ട് മാത്രം ചെന്നാ മതി എന്ന് പറഞ്ഞു. എന്താടോ എന്റെ അനിയന്റെ വാക്കുറപ്പിയിലായിരുന്നു. അവിടെ എല്ലാത്തിനും ആളായിട്ട് നിൽക്കേണ്ട ആളല്ലേ? ആളായിട്ട് നിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ കുഞ്ഞമ്മ പറഞ്ഞു ഞാനവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുടക്ക് പറയും, അതുകൊണ്ട് എല്ലാരും പോയതിനു ശേഷം കുഞ്ഞമ്മ പറഞ്ഞിട്ട് തന്നാ മതി എന്ന് പറഞ്ഞു. താനെന്താ അത്ര പ്രശ്നക്കാരനാണോ? പ്രശ്നക്കാരനായതുകൊണ്ടല്ല, എന്നെ പ്രസവിച്ചപ്പം എൻ്റെ അമ്മ മരിച്ചു. അതിനുശേഷമാണ് എൻ്റെ അച്ഛൻ എൻ്റെ ചത്തുപോയ അമ്മയുടെ അനിയത്തിയത് എൻ്റെ കുഞ്ഞമ്മ കല്യാണം കഴിച്ചു. അപ്പം അവരുടെയൊക്കെ കണ്ണി ഞാനവരുടെ ചേട്ടത്തിയുടെ കാലിലാണ്. പിന്നെ എൻ്റെ ആഹാരത്തിനോടുള്ള ആർത്തി. കുഞ്ഞമ്മയ്ക്കൊരു മോനുണ്ട്, എൻ്റെ അനിയൻ കുട്ടൻ. അവർക്ക് എന്നെ കണ്ടുകൂടാ, എപ്പോഴും കുറ്റം പറയും. ഞാൻ ജോലി ചെയ്തിട്ട് കമ്മീഷൻ കൊണ്ട് കൊടുത്താൽ മാത്രമേ എനിക്ക് ആഹാരമൊക്കെ തരത്തുള്ളൂ. അതൊക്കെ പോട്ടെടോ. തന്റെ പേരെന്താ? പേര് നാട്ടുകാർ പൊണ്ണെന്നും കക്കയെന്നൊക്കെ വിളിക്കും. അയ്യോ, കുഞ്ഞമ്മ കൂടുതലും വിളിക്കുന്നത് മന്ദബുദ്ധിന്നാണ്. പക്ഷെ എൻ്റെ സ്കൂളിലെ പേര് കുശലൻ. അടിപൊളി പേരാണല്ലോ. കുശലനും ഗോപിനാഥൻ. ഗോപിനാഥൻ എൻ്റെ അച്ഛൻ്റെ പേര്. അത് ശരി. അച്ഛന് ഭയങ്കര സ്നേഹം എന്നോട്. പഠിച്ചതൊക്കെ 10ാം ക്ലാസ് വരെ ഞാൻ നല്ലോണം പഠിക്കുമായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിനടുത്ത് മാർക്കോടാ ജയിച്ചത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം മുന്നോട്ട് പഠിക്കാൻ പൈസയൊക്കെ ചെലവാക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് വയ്യാതെ വന്ന് അച്ഛൻ വീണ്. പിന്നെ അതിന് ശേഷം എനിക്ക് വേണ്ടി മുടക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ പല ജോലികൾക്കും പോയി. അവസാനമാണ് അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നില്ലേ? ഇഷ്ടം പോലെ. പിന്നെന്താ വേണം? എന്നെ കണ്ട എന്തോ കുഴപ്പമുണ്ടോന്ന് തോന്നുന്നു. എനിക്കങ്ങനെ തോന്നില്ല. അന്ന് കണ്ടപ്പോഴത്തേക്ക് പ്രശ്നക്കാരനാന്ന് തോന്നി, പിന്നെ അതങ്ങ് മാറി. കാണുന്നവരെല്ലാം ചോദിക്കുന്ന മന്ദബുദ്ധിയാണോ സുഖമില്ലാത്തതാണോ? എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാവരുടെ കണ്ണി ഞാനൊരു രോഗിയാന്നാ പറയുന്നത്. ചിലവർ സുഖമില്ലാത്ത പയ്യനെന്നൊക്കെ പറയും, ഞാനത് കാര്യമാക്കത്തില്ല. പക്ഷെ അത് എൻ്റെ ഈ സെയിൽസിനകത്തൊരു ഗുണം ചെയ്യും. ഞാൻ പ്രോഡക്റ്റായിട്ട് കഴിക്കുമ്പോൾ സുഖമില്ലാത്ത പയ്യനായതുകൊണ്ട് എല്ലാവരും മേടിക്കും. ഒരു ദിവസം പോലും ബാഗ് കാലിയാക്കാതെ ഞാൻ കയറിയ ചരിത്രമില്ല. ഇന്നും അതെ. നമ്മളൊക്കെ എത്ര ആയിട്ടല്ല ചിട്ട ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ തുപ്പലേറി. അതുകൊണ്ട് അങ്ങനെ കൂട്ടുകാരൊന്നുമില്ല. എല്ലാവരും പണ്ട് കൊച്ചുനാൾ പോലെ അങ്ങനെ ഒഴിവാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. ഞാൻ സംസാരിക്കും തുപ്പലേറി. അങ്ങനെ കുഴപ്പമുണ്ട്. എന്താണ് പേര്? എന്റെ പേര് രമ. കല്യാണമൊക്കെ കഴിച്ചൊരു മോനും ഉണ്ട്. ഹസ്ബൻഡ് കൽക്കട്ടയിലെ ഒരു കമ്പനിയിലാ. ഈ ജോലിയിൽ എത്ര വർഷമായി? ഞാനൊരു 2 കൊല്ലം ആയതേ ഉള്ളൂ. ആദ്യം ഈ തൊഴിലുറപ്പിനൊക്കെ പോവായിരുന്നു. പിന്നെ മോനെ പഠിപ്പിക്കാൻ കാശ് തികയത്തില്ല അതിലേ. പിന്നെ എനിക്കറിയാവുന്ന പണി പാചകത്തിനൊക്കെ പോവായിരുന്നു. എല്ലാ പരിപാടിയും അറിയാമോ? കുറേശ്ശൊക്കെ ചെയ്യും. പാചകമൊക്കെ സൂപ്പറായിട്ട് ചെയ്യോ? പാചകം അറിയാം. അപ്പൊ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയോ? എല്ലാ പലഹാരം ഉണ്ടാക്കും. എല്ലാ ദിവസവും വീട്ടിലെ ഒത്തിരി പലഹാരമൊക്കെ ഉണ്ടാകും? എല്ലാ ദിവസവും ഒന്നുമില്ല, എന്നാലും ഉണ്ടാക്കും. ഉണ്ടാക്കി തരണോ? എനിക്ക് പലഹാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കട കയറി ഇറങ്ങി തിന്നുമായിരുന്നു. പക്ഷെ അനിയന്റെ കൂട്ടുകാർ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം ഒന്നും കഴിക്കത്തില്ല. നേരെ അമ്മയുടെ കമ്മീഷൻ കൊടുക്കും, അമ്മ ഉള്ളതിൽ പങ്ക് തരും. പൈസ കൊടുത്തില്ല, ചോറ് പോലും തരത്തില്ല. എനിക്കകത്തും കയറ്റത്തില്ല കേട്ടോ. ഇപ്പൊ തുപ്പലെറിഞ്ഞോ? ഇല്ല, പലഹാരം ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരാം. എന്റെ വീട് ഏതാണ്ട് തൊട്ടടുത്ത ഈ വളവും കൂടി തിരിഞ്ഞ എന്റെ വീടാ. എന്നാ ചായ ഇട്ട് തരാം. ചായ ഇട്ട് തരൂ? പിന്നെന്താ, പലഹാരം തരാം. ഞാൻ വീട്ടിൽ വന്ന കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. സത്യം പറയാലോ, ഈ അടുത്തിടെ ആരും എന്നോട് ഇത്രയും നേരം സംസാരിച്ചിട്ടില്ല. എന്നോട് ആരും അങ്ങനെ കൂട്ടുകൂടാൻ വരത്തതുമില്ല. ഈ സംസാരിക്കുമ്പോ ഇപ്പൊ തുപ്പിലർത്തില്ലല്ലോ. ഇല്ല, അത് മാറിക്കാണോ? മാറിക്കാണോ? എന്നാ പോയാലേ? വീട് ഇവിടെ അടുത്താണോ? വീട് ഇവിടെ 1 കിലോമീറ്റർ. നടന്നു പോവോ? നടന്നു പോവും. എത്ര കിലോമീറ്റർ നടക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ട്. ആണോ? പ്രത്യേകിച്ച് ബാറ് നിറച്ച സാധനമാണെങ്കിൽ ഭയങ്കര പോക്കും. വീടവിടെ അടുത്തുണ്ട്, ഈ വളവും കൂടി തിരിയുമ്പോ തന്നെ അങ്ങനെ പോയിട്ട് അങ്ങനെ പോണം. ഞാനിതിലൊക്കെ പ്രോഡക്റ്റ് ഒക്കെ വയ്ക്കാൻ ഒരുപാട് നാള് വന്നിട്ടുണ്ട്. ചന്തയിലൊന്നും ഇയാളെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറച്ചാളല്ലേ ആയുള്ളൂ. ആണ്.